കോഴിക്കോട് പന്തീരങ്കാവ് പുത്തൂർ മഠം വടക്കേപ്പറമ്പിൽ വീടിന് മുകളിൽ മരം വീണ് വയോധികയ്ക്ക് ദാരുണാന്ത്യം. അമ്പേച്ചാൽ ചിരിതക്കുട്ടിയാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന 4 വയസ്സുകാരി നിസ്സാര പരിക്കുകളോടെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മിഥില ബാലൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. രാവിലെ 11:30-ക്കാണ് ഈ ഒരു അപകടമുണ്ടായത്. ഈ വീടിന്റെ തൊട്ടു താഴെയുള്ള പറമ്പിലെ പന JCB ഉപയോഗിച്ച് പിഴുതുമാറ്റാൻ ശ്രമിക്കുന്നതിനിടെ ഇതിന് മുകളിലുള്ള വീട്ടിലേക്ക് വീഴുകയും വീടിന്റെ മുറ്റത്തുണ്ടായിരുന്ന ചിരിതക്കുട്ടിയുടെ ശരീരത്തിലേക്ക് മരം പതിക്കുകയുമായിരുന്നു. ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തിയ അല്ലെങ്കിൽ ദൃക്സാക്ഷികളായ നാട്ടുകാർ ഇവിടെയുണ്ട്. എന്താണ് സംഭവിച്ചത്? ഇന്ന് ഏകദേശം ഒരു 11:30 മണി സമയമായതുകൊണ്ട് ഇന്നിപ്പോൾ വലിയ അവധിയാണ് എല്ലാവർക്കും. കാരണം ഇവിടെ തൊട്ടൊരു പള്ളിയുണ്ട്, അപ്പോൾ ഒരുപാട് ആളുകൾ അവിടെയുണ്ട്. പിന്നെ എല്ലാ വീട്ടിലും ആളുണ്ട് അവധി ആയതുകൊണ്ട്. അപ്പോൾ ഈ അമ്മ ചിരിതക്കുട്ടി അമ്മ ഏകദേശം 90 വയസ്സുള്ള അമ്മയും പേരക്കുട്ടിയും കൂടെ മുറ്റത്ത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ പെട്ടെന്നാണ് പന മറിഞ്ഞു വീഴുന്നത്. ഇവരെ മേലേക്കാവുന്ന ഒരു പ്ലാവിന്റെ കൊമ്പ് വന്ന് ഇതിന്റെ കഴുത്തിന്റെ പെടലേക്ക് വന്ന് വീണു. അപ്പോൾ അത് അവിടെ കിടന്ന് അടിഞ്ഞു. പിന്നെ തൊട്ട ഇവരെല്ലാം കൂടെ ഓടി വന്ന് അയൽവാസികളും കൂടെ എല്ലാം ഓടി വന്ന് എടുത്ത് പൊക്കിയാണ് കോളേജിൽ കൊണ്ടുവന്നാൽ തീർന്നു പോയിട്ടുണ്ട്. സ്ഥലത്ത് തന്നെ സ്പോട്ടിൽ തന്നെ അമ്മ പോയിട്ടുണ്ട്. അതാണ് അവരുടെ ഏറ്റവും വലിയ ധാരണ. പക്ഷേ ഒന്ന് തെറ്റി ഒരു 15 അടി നേരെ തിരിച്ചാണെങ്കിൽ ഒരു വലിയൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പഠിയുണ്ട്. അതിന് കുട്ടികൾ ഡാൻസ് പഠിക്കുന്നതിന് തിരിച്ചു ഇപ്പോഴും അമ്മ മാത്രമേ പോയിട്ടുള്ളൂ. എല്ലാം മണ്ണ് കൊണ്ട് വിറ്റല്ല, മണ്ണിങ്ങനെ ഇത് ലെവൽ ചെയ്യാൻ വേണ്ടി ചെയ്ത പണിയായിരുന്നത്. അപ്പോൾ പന പെട്ടെന്ന് അപകടത്തിൽ തെന്നി വീണു. പക്ഷേ കയറിട്ടില്ല എന്നുള്ളൊരു വലിയൊരു അപകടം ചെയ്തിട്ടുണ്ട്. വേറെ ഇത്രയും വെയിറ്റ് ഉള്ള ഒരു പന കൊലച്ചിരിക്കുന്ന പന കൊടപ്പന കൊലച്ചു കഴിഞ്ഞാൽ ഒരുപാട് വെയിറ്റ് ഉണ്ട്. നിറയെ ഇലയും ഉണ്ട്. ഈ ഓലയെല്ലാം കൂടെ എല്ലാം കൂടെ കനം കൊണ്ട് പെട്ടെന്ന് മറിഞ്ഞു പോയി. അപ്പോൾ മാവും പ്ലാവും കൊമ്പും എല്ലാം കൂടെ പൊട്ടി വീണ് ഇതിന്റെ ഈ അമ്മയുടെ മേലേക്കായി പോയി വീണത്. പുറത്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വന്നത്. കാരണം പെട്ടെന്ന് വന്ന് നോക്കുമ്പോൾ അമ്മ അതിന്റെ അടിയിൽ ആരും ഉള്ളിൽ ആളുകൾ കാണുന്നില്ല. അപ്പോൾ ഈ ഒന്നാടി പനന്റെ കൊല ഒന്നാട് മൂടി കിടക്കുക. ഈ പനന്റെ കൊല മാറ്റിയപ്പോഴാണ് ഈ പ്ലാവിന്റെ അടിയിലാണ് അമ്മ കിടക്കുന്നത്. അപ്പൊ പെട്ടെന്ന് ഞാൻ എന്റെ അനിയനാണ്, ഞാൻ അനിയൻ ഓടി വന്ന് പെട്ടെന്ന് കട്ടർ ഓന്റെ സ്നേഹിതനെ വിളിച്ച് കട്ടർ കൊണ്ടുവന്ന് ഞാൻ എന്റെ സ്നേഹിതനെ വിളിച്ച് അങ്ങനെ എല്ലാവരും കൂടെ വന്ന് വെട്ടി മാറ്റി എടുത്ത്. പെട്ടെന്ന് കാണില്ല, വന്ന് നോക്കിയാല് 15 മിനിറ്റോളം എടുത്തോ? ഒരു 15 മിനിറ്റ് എടുത്തിട്ടുണ്ടാവും. മരം കട്ട് ചെയ്യാൻ വേണ്ടിട്ട് കട്ടർ ഇവിടെ അടുത്തുള്ള തന്നെയാണ്. കട്ടർ കൊണ്ടുവന്ന് കട്ട് ചെയ്ത് തരാൻ എടുത്ത് ഇതാണ് സംഭവിച്ചത്. ഈ മരം വീണ ഉടൻ തന്നെ ഇന്ന് ഒഴിവു ദിവസമായതുകൊണ്ട് തന്നെ ഈ വീടുകളിലെല്ലാം തന്നെ ആളുകൾ ഉണ്ടായിരുന്നു. അവരെല്ലാവരും നാട്ടുകാരെല്ലാം തന്നെ ഓടിയെത്തി. പക്ഷേ വളരെ ശ്രമകരമായിരുന്നു ഈ ഒരു മരത്തിന്റെ ഉള്ളിൽ നിന്നും അല്ലെങ്കിൽ ഇവരെ ഈ ചിരിതക്കുട്ടിയെ പുറത്തെടുക്കുക എന്നത്. നാട്ടുകാർക്കൊപ്പം TDRF പ്രവർത്തകരും ചേർന്നാണ് ഈ ഒരു രക്ഷാപ്രവർത്തനം നടത്തിയത്. പക്ഷേ അവരെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഒപ്പമുണ്ടായിരുന്ന 4 വയസ്സുകാരിക്കും പരുക്കുണ്ട്. പക്ഷേ ഈ പരുക്ക് ഗുരുതരമല്ല. മിഥില ബാലൻ, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.